ഞാൻ ഷഹല. ഞാൻ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ബിസിനസ് സ്കോളറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് സെയിൽസിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ സക്സസ്ഫുള്ളായിട്ട് ഇരിക്കുന്ന ഒരു സെയിൽസ്മാൻ ഒരിക്കലും ചെയ്യാത്ത 5 തെറ്റുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, സെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ വേൾഡിലെ തന്നെ ബെസ്റ്റ് ഒരു പ്രൊഫഷനാണ്. സെക്കൻഡ് ഹയസ്റ്റ് പെയ്ഡ് പ്രൊഫഷൻ ഇൻ ദ വേൾഡ് എന്നാണ് സെയിൽസിനെ നമ്മൾ വിശേഷിപ്പിക്കാറ്. ഓക്കെ, അപ്പോൾ സെയിൽസിൽ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത 5 തെറ്റുകളെന്ന് ഞാൻ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് 5 തെറ്റുകളാണ്. ഓക്കെ, അതിന് ഞാൻ ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനൊന്ന് പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോക്കസിങ് ഓൺ ദ ഫീച്ചേഴ്സ്. നമ്മൾ അധിക പേരും ഈ സെയിൽസിൽ കാണപ്പെടുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസിനെ കുറിച്ചിട്ട് കൂടുതൽ ഫീച്ചേഴ്സിനെ ഫോക്കസ് ചെയ്യുക റാദർ ദാൻ ഇറ്റ്സ് ബെനിഫിറ്റ്സ്. ക്ലയൻസിന് ആവശ്യം ഒരിക്കലും ഫീച്ചേഴ്സ് ആയിരിക്കില്ല, അതിൻ്റെ ബെനിഫിറ്റ്സ് ആയിരിക്കും. ഒരിക്കലും ഒരു ക്ലയൻറ്റ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ സർവീസിൻ്റെയോ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം കൂടുതൽ ശ്രദ്ധിക്കുക. അവർക്ക് ഈ ഒരു ഐറ്റം അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് അവർക്ക് ബെനിഫിറ്റ് ആവുന്നത്, അതിനെക്കുറിച്ചായിരിക്കും അവർ കൂടുതൽ കൺസേൺഡ് ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഒരിക്കലും ബെനിഫിറ്റ് മറന്നിട്ട് അവരോട് കൂടുതൽ ഫീച്ചേഴ്സ് പറയേണ്ട എന്നല്ല, പക്ഷേ കൂടുതലും നമ്മൾ അവർക്ക് ഇതെങ്ങനെയാണ് ബെനിഫിറ്റ് ആവുന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് പറയണം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ തെറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ക്ലയൻസ് ഒരുപാട് ആൾട്ടർനേറ്റീവ് പ്രോഡക്ട്സ് സർവീസസ് ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നേക്കാം. അപ്പോൾ ആ പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ ആ ഒരു കമ്പാരിസൺ പ്രോഡക്റ്റോ സർവീസസിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റും സർവീസസും എങ്ങനെയാണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നത് എന്നുള്ളൊരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു പോയിന്റ് നമ്മുടെ കയ്യിൽ എപ്പോഴും റെഡി ആയിരിക്കണം. അല്ലാതെ നമുക്ക് ഇത് നല്ലതാണ്, ഇതാണ് നല്ലത് എന്ന് വെറുതെ പറഞ്ഞുകൊണ്ട് അവർക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റോ കാര്യങ്ങളോ മനസ്സിലായിക്കൂടാ എന്നില്ല. അവർക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു എക്സാക്ട് യൂസ് എന്താണ് അല്ലെങ്കിൽ എക്സാക്ട് ബെനിഫിറ്റ് എന്താണ് എന്നുള്ള ഒരു ഹൈലൈറ്റ് പോയിന്റ് അവർക്ക് എന്തായാലും അത്യാവശ്യമാണ് ഈ ഒരു പ്രൊഡക്റ്റിലോട്ട് അവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. നാലാമത്തെ തെറ്റെന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും ഡോണ്ട് വോമിറ്റ് ദ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ നോളജ് ടു ദ കസ്റ്റമേഴ്സ്. ഒരിക്കലും നമുക്ക് അറിയുന്ന ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സർവീസസിൻ്റെ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ നോളേജ് കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നല്ല നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഈ ഒരു ഇൻഫോർമേഷൻസ് അതുപോലെ തന്നെ ഈ ഒരു നോളേജ് കൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണം എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർ വെറുതെ ഇൻഫോർമേഷൻ കേട്ടു അല്ലെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള നോളേജ് കിട്ടി, ഓക്കെ പിന്നെ പറയാം എന്ന് ആ ഒരു പിന്നെ പറയാൻ നമുക്ക് ഒരിക്കലും അപ്പോൾ സെയിൽ ക്ലോസ് ആവുന്നില്ല, അത് നമ്മുടെ ഫെയിലിയറാണ്. ഓക്കെ, അപ്പോൾ തന്നെ അവർ അതിനൊരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യലാണ് സെയിൽസിൻ്റെ സക്സസ് ആയിട്ട് നമ്മൾ കാണേണ്ടത്. അഞ്ചാമത്തെ തെറ്റെന്ന് പറയുന്നത്, നമ്മൾ അധിക സെയിൽസ്മാൻസും ചെയ്യുന്ന ഒരു തെറ്റാണ്, ഡോണ്ട് ഫോഴ്സ് ടു ബൈ. നമ്മൾ ഒരിക്കലും ഒരു കസ്റ്റമറിനെ ബൈ ചെയ്യാൻ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. അവർക്ക് അത് മനസ്സിലാവണം, ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് അവർക്ക് ബെനിഫിറ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ അതിന് ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ അവരെ പാകപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇത് വാങ്ങൂ പറഞ്ഞിട്ട് അവരെ ഒരിക്കലും നമ്മൾ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. പകരം ഇവർക്കിത് മനസ്സിലാക്കണം, ഇത് നമുക്ക് യൂസ് ആണ് അല്ലെങ്കിൽ നമുക്കിതൊരു ബെനിഫിറ്റ് ആണ് എന്നുള്ള ആ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ അവരെ പാകപ്പെടുത്തുകയാണ് വേണ്ടത്. ഓക്കെ, അതിന് നമ്മൾ അവരോട് ഇറങ്ങി നമ്മൾ സംസാരിക്കണം, നമ്മളൊന്ന് റാപ്പ് ചെയ്യണം, റാപ്പ് ബിൽഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് ഒരു കസ്റ്റമറെ കൂടെ ഒരു കാര്യം വേടിപ്പിച്ചാൽ അല്ലെങ്കിൽ നമ്മളത് ബൈ ചെയ്യിക്കുമ്പോൾ അത് പിന്നെ റോങ് സെല്ലിംഗ് ആവും, അത് നമ്മളാവും പിന്നെ അതിൽ കുറ്റക്കാർ. അവർക്ക് അത് ഒരിക്കലും അതൊരു പോസിറ്റീവിലോട്ട് മാറില്ല, അത് എപ്പോഴും നെഗറ്റീവായിരിക്കും. അവരുടെ ഇഷ്ടത്തിൽ തന്നെ ആയിരിക്കണം ആ ഒരു പ്രൊഡക്റ്റോ സർവീസോ മേടിക്കേണ്ടത്. ഓക്കെ, അവരാണ് അത് യൂസ് ചെയ്യുന്ന ആൾക്കാർ, അപ്പോൾ അവരുടെ ഇഷ്ടത്തിൽ തന്നെ അവരത് മേടിക്കാൻ അവരെ പാകപ്പെടുത്തുക, ആ ഒരു ഡിസിഷൻ എടുക്കാൻ അവരെ പാകപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് സെയിൽസിൽ പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ പറ്റും കസ്റ്റമറിനെ. അതുപോലെ തന്നെ നമുക്ക് സെയിൽസിൽ വലിയൊരു ഗ്രോത്ത് ഉണ്ടാക്കാനും നമ്മളെ സഹായിക്കും കേട്ടോ. താങ്ക് യു.